السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ, അള്ളാഹു നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ഈ സമയങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുന്ന രീതിയിൽ അള്ളാഹു സ്വീകരിക്കട്ടെ, അവൻ പൊരുത്തപ്പെടുന്ന രീതിയിലാക്കി തരട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വീഡിയോ പലപ്പോഴും ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് പല വിഷയങ്ങളും പറഞ്ഞ്. അതിൽ പ്രത്യേകം പല കാര്യങ്ങളും നടക്കുന്നില്ല. പ്രത്യേകം ഒരാൾ അടുക്കൽ ജോലി ആവശ്യാർത്ഥത്തിന് പോകുന്നു, അല്ലെങ്കിൽ കടം വാങ്ങാൻ, അല്ലെങ്കിൽ മറ്റെന്തു കാരണങ്ങൾ വെച്ച് ഉദ്ദേശം നമ്മുടെ ലക്ഷ്യം നടക്കണം, ആളിൽ നിന്ന് നമുക്ക് ലക്ഷ്യം നടക്കണം, ആ ഉദ്ദേശം കരുതിയിട്ടാണ് ഒരാൾ പോകുന്നത്. അപ്പോൾ ആ ഉദ്ദേശം സഫലമായി കിട്ടണം. പ്രവാസികൾ അവരുടെ ജോലിയിൽ ലീവ് കിട്ടണം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണം, ഇഖാമ പുതുക്കി കിട്ടണം, ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കും. അവർക്കങ്ങനെ മനസ്സ് തോന്നിപ്പിക്കാൻ വേണ്ടി ദ്വാരക്കണം ഉസ്താദ് എന്ന് പറയും. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുത ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് UAE ലൈസൻസിന് വേണ്ടി 5-6 പ്രാവശ്യം പരാജയപ്പെട്ടതിന് ശേഷം നമ്മൾ കോൺടാക്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇത്തരമൊരു വിഷയം പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാ, അവർ 7ാമത്തെ പ്രാവശ്യം ഒരു പ്രയാസമില്ലാതെ ടെസ്റ്റിൽ ജയിച്ചു. പഠിക്കാത്തതുകൊണ്ടല്ല അവർ തോൽക്കുന്നത്, ആ സമയത്ത് ചില ഭയങ്ങളും ചില പെരുമാറ്റ രീതികളും കാരണം കൊണ്ടായിരുന്നു അവർ തോറ്റുകൊണ്ടിരുന്നത്. പക്ഷേ ആത്മീയമായൊരു ബലം അവരെ നയിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഈസിയായിട്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ അവരുടെ ഉദ്ദേശപൂർത്തീകരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരായത്താണ്. ഈ ആയത്ത് ഒരാൾ ഈ വിഷയത്തിന് ഇറങ്ങി പോകുന്നതിനേക്കാൾ മുമ്പ് 7 പ്രാവശ്യം പാരായണം ചെയ്തിട്ട് പോവുകയാണെങ്കിൽ, എന്നിട്ട് അവരെ കാണാൻ പോവുക, അല്ലെങ്കിൽ ഇതേ ആയത്ത് ഒരു പ്രാവശ്യം ഓതിയിട്ട് 2 കൈകളും ഇങ്ങനെ പിടിച്ച് ആ കൈകളിലേക്ക് ഊതി ആ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് പോവുക. ആളെ കാണുമ്പോൾ കണ്ട ഉടനെ ഈ കൈ തുറന്ന ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം നടന്നിരിക്കും, അതിൽ സംശയങ്ങളൊന്നുമില്ല. അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ, നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. അത് കൃത്യമായിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها. ഇത്ര മതി, പൂർത്തിയായിട്ട് പോകണമെന്നില്ല. ഇത് നമ്മളെന്താക്കുക, ഒരു ഉദ്ദേശം കരുതിയിട്ടാണ് നമ്മൾ പോകുന്നതിനേക്കാൾ മുമ്പ് 7 പ്രാവശ്യം ബിസ്മി കൂട്ടി ഈ പറഞ്ഞ ഭാഗങ്ങൾ പാരായണം ചെയ്ത് അദ്ദേഹത്തെ മനസ്സിൽ കരുതി ആ ഉദ്ദേശം കരുതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ഈ ആയത്ത് ഒരു പ്രാവശ്യം ഓതി 2 കൈകൾ തുറന്ന കൈകളിലേക്ക് മനസ്സൊന്ന് മാറണം, ഇതൊന്ന് നമുക്ക് സഫലമായി കിട്ടണം എന്ന് കരുതി കൈകളിലേക്ക് ഊതി കൈ ഇങ്ങനെ പിടിക്കും. കൈ രണ്ടും ഇങ്ങനെ പിടിച്ച് നാം ആരുടെ ഉദ്ദേശിച്ചാണ് പോകുന്നത് അവരടുക്കൽ പോയിട്ട് എത്തിയ ഉടനെ, കാണുന്ന ഉടനെ ഈ കൈകളിങ്ങനെ തുറക്കുക, നമ്മുടെ ആവശ്യങ്ങൾ പറയാം. തീർച്ചയായിട്ടും ആ ആവശ്യം അള്ളാഹു നിറവേറ്റിത്തരും. അള്ളാഹു നിറവേറ്റിത്തരുന്ന രീതിയിലാക്കി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ, ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പരമാവധി
നിങ്ങൾ ഇതിൻ്റെ ഉപകാരം എടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.